പുസ്തക പ്രകാശനവും കാവ്യവിചാര സദസ്സും നടത്തി. ഗുരുകുലം ശശി രചിച്ച മഹാഭാരതം ഒരു ശോകയോഗം എന്ന കൃതിയാണ് പ്രകാശനം ചെയ്തത്. ശാസ്താംകോട്ട കാവ്യാമൃതം സാംസ്കാരിക വേദിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട കാവ്യാമൃതം സാംസ്കാരിക വേദിയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായാണ് പുസ്തക പ്രകാശനവും കാവ്യവിചാര സദസ്സും സംഘടിപ്പിച്ചത്. ഗുരുകുലം ശശി രചിച്ച മഹാഭാരതം ഒരു ശോകയോഗം എന്ന കൃതിയാണ് പ്രകാശനം ചെയ്തത്. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം കുരുമ്പോലിൽ ശ്രീകുമാർ നിർവഹിച്ചു. കാലത്തെ അതിജീവിച്ച കാവ്യങ്ങൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മാനവകുലം അത് സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽ ആശ്രയിച്ചിരുന്നത് ഈ പ്രകൃതിയെ തന്നെയാണ്. അഥവാ പ്രകൃതിയുടെ ഒരു ഉൽപ്പന്നമാണ്. സീതയെ അവതരിപ്പ് അദ്ദേഹത്തിന്റെ ശോകരാമായണം പുസ്തകം വാസ്തവത്തിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ ടൈറ്റിൽ തന്നെ നമ്മളോട് പറയുകയാണ്, ആദ്യാവസാനം ശോകത്തിൽ മുങ്ങി നിൽക്കുന്ന രാമായണത്തിലെ ശോക കഥാപാത്രങ്ങൾ എല്ലാവരും ശോകത്തിലാണ്. ഒരാൾ പോലും അതിൽ ആനന്ദത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്നില്ല, എല്ലാവരും ശോകത്തിൽ. ഇതിലെ സീതയെ അവതരിപ്പിക്കാൻ അരവിന്ദൻ കാഞ്ചനസീത കണ്ടവർക്കൊക്കെ അറിയാം, പ്രകൃതിയെ തന്നെയാണ് എടുത്തത്. വാൽമീകിയുടെ രാമായണത്തിലെ സീതയുടെ വർണ്ണനകളൊന്നും വേണ്ടി വന്നില്ല, പ്രകൃതിയുടെ ചലനങ്ങളായി. KV രാമാനുജൻ തമ്പി അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ കിഴക്കടം സ്വാഗതം പറഞ്ഞു. നിബൻദാസ് ശാസ്താംകോട്ട പുസ്തക പ്രകാശനം നിർവഹിച്ചു. K വിശ്വരാജൻ ചാരുമോട് പുസ്തകം ഏറ്റുവാങ്ങി. KV രാമാനുജൻ തമ്പി പുസ്തക പരിചയം നിർവഹിച്ചു. ശാസ്താംകോട്ട അജയ്കുമാറിനെ ആദരിച്ചു. പഞ്ചായത്ത് അംഗം ദിലീപ് കുമാർ, ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് രാകേഷ് ഗുരുകുലം, PV തക്കടം, R അനിൽകുമാർ, ഭൂപേഷ് ശാസ്താംകോട്ട എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.